oppression and untouchability, since they were fighting against landlords for a decent wage. There was element of class and class struggle also in that. But landlords did not succumb to the struggle of these Dalit agricultural laborers. With red flag, they continued their struggle. Even when they had to starve without wages, work, they continued to struggle. Then landlords conspired. They said, if you abandon flag, we will give you better wages. Changodi vidu, tazhaidu, korchum koodi kooli tharam. ഭൂവുടമകൾ പറഞ്ഞു. കീഴ്വൺമണിയിലെ ദളിത് തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ പറഞ്ഞു, ഞങ്ങളുടെ ജീവൻ പോയാലും ചെങ്കൊടി താഴെയിടുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ ചെങ്കൊടിയുടെ അഭിമാനം കാത്ത പോരാളികൾ അവരെ ചുട്ടുകൊന്നു. ഭൂവുടമകൾ ചൂഷകവർഗ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടുകൂടി. ആ കീഴ്വൺമണിയിൽ നിന്നാണ് സഖാവ് ബിമൻ ബോസ് ഉയർത്തിയ 24ാം പാർട്ടി കോൺഗ്രസിന്റെ തുടക്കമായി ഉയർത്തിയ ചെങ്കൊടി, സഖാവ് ജി രാമകൃഷ്ണൻ കൊടുത്ത ചെങ്കൊടി, സഖാവ് എ കെ പത്മനാഭൻ സഖാവ് ഏറ്റുവാങ്ങിയ ചെങ്കൊടി, സഖാവ് ബിമൻ ബോസ് ഉയർത്തിയ ആ ചെങ്കൊടി കീഴ്വൺമണിയിലെ കർഷക തൊഴിലാളികളുടെ, ദളിതരുടെ ജീവരക്തം പുരണ്ടതാണ്. എന്ത് പണം തരാമെന്ന് പറഞ്ഞാലും ഈ ചെങ്കൊടി ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ ചെങ്കൊടി ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ആ ചെങ്കൊടി ഇന്ത്യയിലാകെ ഉയർത്തണം, പടർത്തണം എന്ന തീരുമാനമാണ് 24ാം പാർട്ടി കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുള്ളത്.